എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലെ ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്നെടുത്തിരിക്കുന്നത് ബാലൻ എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് പറയാൻ വേണ്ടി. ഈ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണണം. തിയേറ്ററിൽ പോയി കാണാത്തവർ OTT വന്നിട്ട് കാണാമെന്ന് വെച്ചിട്ടിരിക്കുകയാണെങ്കിൽ അതൊരു മണ്ടത്തരമായിരിക്കും. OTT കണ്ടു കഴിഞ്ഞാൽ ഇതിനൊരു എഫക്റ്റോ കാര്യങ്ങളോ ഇതിൻ്റെ ഒരു വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പാട്ടൊന്നും കുത്തിക്കയറ്റില്ല. ആവശ്യമില്ലാത്ത ഒരു ഒരു സാധനം പോലും ഇതിൽ ഒരു സ്ഥലത്തും അധികമായിട്ടൊരു പാട്ടോ കാര്യങ്ങളോ ഒന്നും ഇതിൽ കുത്തിക്കില്ല. ആവശ്യമുള്ള പാട്ടും മ്യൂസിക്കും ഒക്കെ ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്. അത് മ്യൂസിക് ഡയറക്ടർ പരമാവധി അതിനോട് കൂറ് പുലർത്തിയിട്ടുണ്ട്. പിന്നെ ഡയറക്ടറും ചിദംബരം സാറും അതിനോടുള്ളൊരു കൂറ് പുലർത്തിയിട്ടുണ്ട്. അല്ലാതെ ഇങ്ങനെ തുരുതുര പാട്ടുകളൊക്കെ ഇട്ട് നമ്മളിങ്ങനെ വട്ടം കറക്കുന്ന പരിപാടി ചെയ്തിട്ടില്ല. ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യമുള്ള സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ആവശ്യമുള്ള പാട്ടുകൾ ആവശ്യമുള്ള സ്ഥലത്ത് ഇന്ന സാധനങ്ങൾ സൗണ്ടുകളൊക്കെ വരണം എന്നുള്ളത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ക്രൈം ത്രില്ലറാണോ എന്ന് ചോദിച്ചാൽ ക്രൈം ത്രില്ലറാണ്. ഫാമിലിയുടെ എലമെൻ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഫാമിലിയുടെ എലമെൻ്റ് ഉണ്ട്. ഇതൊരു മിസ്റ്ററി ആണോ എന്ന് ചോദിച്ചാൽ ഒരു മിസ്റ്ററിയുടെ എലമെൻ്റ് ഉണ്ട്. എല്ലാം കൂടി. പിന്നെ ഇതിൽ ഡ്രാമയുണ്ട്. ഒരു മൊത്തത്തിൽ നമുക്കൊരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് കിട്ടുന്ന രീതിയിലുള്ളൊരു സിനിമയാണ്. അത് തിയേറ്ററിൽ നമ്മൾ ചെന്നിരിക്കുമ്പോൾ കിട്ടുന്ന എഫക്റ്റ് നമ്മൾ വീട്ടിൽ നമ്മൾ കാലൊക്കെ കയറ്റി വെച്ച് ഒരു സോഫയിലിരുന്ന് കാണുമ്പോൾ നമുക്ക് ആ എഫക്റ്റ് കിട്ടിയെന്ന് വരില്ല. നമുക്ക് ആ തിയേറ്ററിലിരുന്ന് ആ സിനിമ കാണുമ്പോൾ ഉള്ള എഫക്റ്റ് കിട്ടില്ല. പിന്നെ ഇതൊരു കുട്ടിയുടെയും ഒരു അമ്മയുടെയും ത്രൂ ഔട്ടുള്ള ജേണിയാണ് ഇതിൽ. ബാലൻ എന്നുള്ള പേരാണെങ്കിലും ബാലനും അമ്മയെന്ന് പേരെങ്കിൽ സിനിമയ്ക്ക് പേരിടാം. ബാലൻ്റെ അമ്മയുടെയും കൂടി കഥ പറയുന്നുണ്ടെങ്കിൽ ബാലൻ്റെ അമ്മക്ക് ഇതിൽ എന്താണ് ശരിക്കും സംഭവിച്ചിരിക്കുന്നത്, ബാലന് അച്ഛനെ കുറിച്ചൊക്കെ കറക്റ്റായിട്ടും ഈ സിനിമ കഴിഞ്ഞിട്ടും നമുക്കിപ്പോഴും ആരാണ് അവരൊക്കെ എന്നൊക്കെ നമ്മളിപ്പോഴും ആലോചിക്കും. സിനിമ കഴിയുമ്പോൾ ഒരു പ്രാവശ്യം കൂടി ആ സിനിമ കാണണമെന്ന് തോന്നും. അത്രയ്ക്കുള്ള നല്ല രീതിയിലാണ് ആ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഒരു സിനിമ കണ്ട് ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ഈ അടുത്ത് ദൃശ്യം കണ്ടിറങ്ങി കഴിയുമ്പോൾ നമുക്ക് ദൃശ്യത്തിൽ ഓരോ കഥാപാത്രങ്ങൾ പണ്ട് എന്താണ് ചെയ്തിരുന്നത്, അവരുടെ ബാക്ക്ഗ്രൗണ്ടും അവരുടെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ തുടക്കത്തിൽ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ബാലൻ എന്ന് പറഞ്ഞുള്ള സിനിമയിൽ കണ്ടു കഴിഞ്ഞാൽ ഈ രണ്ട് അമ്മയും ഈ മകനും ഉണ്ട്. ഇവരുടെ ഫാസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല. ഇവരാരായിരുന്നു, ഈ ബാലനും അമ്മയും എന്തായിരുന്നു ഇവർ ചെയ്തിരുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ഈ സിനിമ ഒരു പ്രാവശ്യം കണ്ടിട്ട് മനസ്സിലാവാത്തവർ 2 പ്രാവശ്യം പോയി കാണുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും തിയേറ്ററിൽ പോയി കാണുന്നത്. പൈസ ഒരിക്കലും നഷ്ടമാവില്ല. പിന്നെ കുട്ടികളുള്ള സിനിമയാണോ എന്ന് ചോദിച്ചാൽ കുട്ടികൾക്ക് സംഭവിക്കാൻ പറ്റുന്ന തെറ്റുകളും കാര്യങ്ങളും അവരെ ചൂഷണം ചെയ്യുന്ന രീതിയിൽ ചെയ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള രീതിയിലൊക്കെ നമുക്കിങ്ങനെ ഓരോ സിനിമേനെ ഓരോ പ്രേക്ഷകൻ ഓരോ തരത്തിൽ നമുക്ക് കണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിൽ നമുക്ക് ഓരോ തരത്തിൽ സിനിമേനെ നിർവചിക്കാൻ പറ്റും. അപ്പോൾ ഈ സിനിമ ഓരോ കഥാപാത്രത്തിൻ്റെ മാനുഷിക സാമൂഹിക പശ്ചാത്തലങ്ങളൊക്കെ ഉൾക്കൊണ്ടിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആ സിനിമയെ നിരീക്ഷിച്ച് നമുക്ക് നമ്മളുടേതായിട്ടുള്ളൊരു ഉത്തരത്തിൽ എത്തിച്ചേരാവുന്നതാണ്. നിങ്ങൾക്കിത് ഇഷ്ടമായില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾക്ക് ഇഷ്ടമാവുകയോ ഇഷ്ടമാവാതിരിക്കുകയോ മൊത്തത്തിലൊരു മിസ്റ്ററിയാണ് സിനിമ. തിരക്കഥാകൃത്ത് ഒരു ജീനിയസാണ്. പുള്ളി നല്ലൊരു തിരക്കഥയാണ് എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് ദൃശ്യത്തിൽ നമുക്ക് കിട്ടാണ്ടുമായിട്ടുള്ള ഒരു കിക്ക് ഈ സിനിമയിൽ നമുക്ക് കിട്ടും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.